ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഒരു പോരയ്ക്കുള്ളിൽ ഒന്നു ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സാധിക്കാത്ത ഈ പ്രത്യേക സാഹചര്യത്തിൽ വിവിധ ഇടങ്ങളിലും വിവിധ ഭവനങ്ങളിലും ഇരുന്നു കൊണ്ട് ഒരേ ആത്മാവിൽ ഏക മനസ്സോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് അനുവദിച്ചതിനെ ഓർത്ത്, കർത്താവ് ഒരുക്കി ഈ ശുശ്രൂഷയെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമുക്ക് ഒരു നിമിഷം സ്വതന്ത്രമായി കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷം നാം ആയിരിക്കുന്ന ഭവനങ്ങളെല്ലാം കർത്താവിന് സമർപ്പിക്കാം. അവിടുത്തെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു: വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. നമ്മുടെ ഭവനങ്ങളും നാം ആയിരിക്കുന്ന ഇടങ്ങളും വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ വിശുദ്ധിയുടെ വിളനിലമായ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. വീണ്ടും പൗലോസ്ലീഹായിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ഉദ്ഘോഷിക്കുന്നു: നിങ്ങളുടെ ഉള്ളിൽ ദൈവാത്മാവ് വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ആകയാൽ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. എൻ്റെ ആലയം നശിപ്പിക്കുന്നവരെ ഞാനും നശിപ്പിക്കും. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആലയമായ നമ്മുടെ ശരീരത്തെ ചിന്തകളാൽ, വിചാരത്താൽ, വാക്കാൽ, പ്രവൃത്തിയാൽ, ഉപേക്ഷയാലൊക്കെയും അശുദ്ധമാക്കിയ അവസ്ഥകളെ ഓർത്ത് മാപ്പപേക്ഷിക്കാം. കർത്താവേ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കാരുണ്യവാനായ നാം കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ചപേക്ഷിക്കുമ്പോൾ കാരുണ്യവാനായ നമ്മുടെ കർത്താവ് നാം നഷ്ടപ്പെടുത്തി കളഞ്ഞ പരിശുദ്ധാത്മാവിനെ വീണ്ടും നമ്മളിലേക്ക് വർഷിക്കുന്നു. ഇപ്രകാരം വിശുദ്ധീകരിക്കപ്പെട്ട നമ്മോട് കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. സങ്കീർത്തനം 34:7. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തന്മാരുടെ ചുറ്റും പാളയം അടിച്ച് സംരക്ഷിക്കുന്നു. ആരെയാണ് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ ദൂതൻ സംരക്ഷിക്കുന്നത്? കർത്താവിൻ്റെ ഭക്തരെ. ആരാണ് കർത്താവിൻ്റെ ഭക്തർ? ജോബ് 6:14 പ്രകാരം പറയുന്നു: സ്നേഹിതനോട് ദയ കാണിക്കുന്നവൻ സർവശക്തനോടുള്ള ഭക്തിയാണ് ഉപേക്ഷിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, ദൈവഭക്തി സ്നേഹിതനോട് കാട്ടുന്ന ദയയാണെന്ന് നമ്മെ പഠിപ്പിക്കുന്ന, അതിനാൽ നമുക്കെല്ലാം ഓരോ നല്ല സമരിയാക്കാരനായി മാറാം. കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായ ഒരു നല്ല അയൽക്കാരനാകാം. തിരുസഭ സകല മരിച്ചവരെയും അനുസ്മരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രത്യേകം മാറ്റിവെച്ചിരിക്കുന്ന ഈ മാസത്തിൽ തിരിച്ചറിയാം, നമ്മുടെ ഏറ്റവും ആവശ്യമായിരിക്കുന്ന സ്നേഹിതൻ സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിവില്ലാത്ത ശുദ്ധീകരണ തലത്തിലെ പീഡി അനുഭവിക്കുന്ന ആത്മാക്കളാണെന്ന്. ഈ നിമിഷം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ചെറിയ ചെറിയ സഹനങ്ങളെ പരാതിപ്പെട്ടും പെറുപിറുത്തും ഫലമില്ലാതാക്കി കളയാതെ സന്തോഷത്തോടെ സ്വീകരിച്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാം. അങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്നും മോചനം ലഭിച്ച് സ്വർഗത്തിലെത്തിച്ചേരുന്ന വിശുദ്ധരെല്ലാം നമ്മുടെ മധ്യസ്ഥരായിത്തീരും എന്ന് നമുക്ക് തിരിച്ചറിയാം. നിന്റെ സഹോദരൻ എവിടെ എന്ന നമ്മുടെ ചോദ്യത്തിന് ഉത്തരം പറയുവാനായി നമുക്ക് സ്വർഗത്തിൽ അനേകം മധ്യസ്ഥരുണ്ടാകട്ടെ. നിയമാവർത്തനം 28:1 ദൈവമായ കർത്താവ് പ്രകാരം നമ്മോട് വാഗ്ദാനം ചെയ്യുന്നു: നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്ന് നിന്നെ ഭൂമിയിലെ സകല ജനതകളെയും ഉന്നതമാക്കാം.
പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തെ തനിക്ക് സ്വന്തമായി തിരഞ്ഞെടുത്ത് മരുഭൂമിയിലൂടെ ഒന്നിനും കുറവില്ലാതെ നയിച്ചതുപോലെ നമ്മെയും തനിക്ക് സ്വന്തമാക്കി തന്നോട് ചേർത്ത് നിൽക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവിടുന്ന് നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും അണുവിട വ്യതിചലിക്കാതെ നാം പാലിക്കണമെന്ന് കർത്താവ് നമ്മോട് കൽപ്പിക്കുന്നു. പ്രകാരം കൽപ്പനകൾ പാലിക്കുമ്പോൾ അവിടുന്ന് നിയമാവർത്തനം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലൂടെ നമുക്ക് അനേക വാഗ്ദാനങ്ങൾ നൽകുന്നു. ആ വാഗ്ദാനങ്ങളെല്ലാം യോഗ്യരാക്കി തീർക്കുവാൻ, ആ വാഗ്ദാനങ്ങളെല്ലാം സ്വന്തമാക്കി തീർക്കുവാനായി കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് നമുക്ക് ജീവിക്കാം. അപ്പോൾ അവിടുന്ന് ഇപ്രകാരം പറയുന്നു: നീ ദേശത്തിൽ അനുഗ്രഹമായി തീരും, ജോലിയിൽ അനുഗ്രഹമായി തീരും. നമുക്ക് ഈ അവിടുത്തെ വാഗ്ദാനങ്ങളെല്ലാം ഏറ്റുപാടി നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. പ്രകാരം നടക്കുന്നവരോട് അവിടെ അരുളി ചെയ്യുന്നു: നിന്റെ ദേശം നീ മൂലം അനുഗ്രഹിക്കപ്പെടും, നിന്റെ ജോലി മേഖല അനുഗ്രഹിക്കപ്പെടും, നിന്റെ വീട്ടിൽ ആഹാരത്തിനൊരു കുറവുണ്ടാവുകയില്ല. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ ദൈവത്താൽ ജയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ഈ അനുഗ്രഹങ്ങളെല്ലാം സ്വന്തമാക്കിക്കൊണ്ട് ഈ അനുഗ്രഹങ്ങളെല്ലാം കാരുണ്യപൂർവ്വം നൽകുന്ന കർത്താവിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മെ തന്നെ പൂർണ്ണമായി അവിടത്തേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് സ്വതന്ത്രമായി നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗം തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗദൂതന്മാരുടെ വലിയ സംരക്ഷണം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗവാസികൾ ചുറ്റുമണി നിരക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈ നിമിഷം നമുക്ക് വചനത്തിന് വേണ്ടി ഒരുങ്ങാം. വചനം പങ്കുവയ്ക്കുന്ന മകനെ കർത്തൃകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വാഗ്ദാനം പോലെ നീയല്ല നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുമെന്നുള്ള വചനം ഇവിടെ ജീവൻ പ്രാപിക്കുവാനായിട്ട് ദാഹിച്ചുകൊണ്ട് ആ മകനെയും ആ മകൻ ശുശ്രൂഷകളെയും ഇന്നത്തെ ദിവസത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം നിറയുവാനായിട്ട് സ്വാർത്ഥത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മെ തന്നെ വിട്ടുകൊടുത്തിട്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ,
എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ.